അവനും കൂടി വർത്താൻ രണ്ടുപേരും കഴിക്കാനല്ല. 1/2 മണിക്കൂറായില്ലേ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്? നീ വിശന്നിരിക്കണ്ട, കഴിക്ക. ഒന്നുകൂടി കഴിക്കൂ. വേണ്ടായിരുന്നു, ചുമ്മാ കഴിക്കണം മിസ്റ്റർ രാജൻ, തടിക്ക് പോരട്ടെ. ഇതാ ഈ ജാമും കുട്ടിയും അടിച്ചാ മതി, ബെസ്റ്റ് കോമ്പിനേഷനാ. ഈ സാധനം ഏതായാലും വേണ്ട. അതെന്താ? അയ്യോ, ഭയങ്കര ദുർഗന്ധം. വാട്ട് ഈസ് ദിസ് മിസ്റ്റർ രാജൻ? ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ജാം. നല്ല ഫസ്റ്റ് ക്ലാസ് പ്രോഡക്റ്റ് ആണ്, അറിയോ? യു നോ ദ നെയിം? ചിങ് ചാങ് ജാം. പറഞ്ഞു കൊടുക്കേ അങ്ങോട്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതാ എന്ത് മോഹരിക്കുന്നുണ്ട്. ഇതുപോലുള്ള ജാമുകൾ കഴിച്ചത് കൊണ്ടാണ് എന്റെ മുഖത്ത് ഗ്ലാമർ വരാൻ കാരണം. എന്റെ അനിയനെ വിളിക്കാൻ. അങ്ങനെ വിളിക്കണ്ട, അവൻ മോളിൽ ഇരുന്നോളൂ. അത് ഞാൻ തീരുമാനിച്ചോളാം. വല്യമ്മ വഴി മാറും. മാറില്ല. വല്യമ്മ വഴി മാറുന്നുണ്ടോ? ഇല്ല. വല്യമ്മേ, നീ മോളിൽ പോകാൻ പാടില്ല. ഞാൻ പോകും. അയ്യോ അയ്യോ, ഈ ഞൊണ്ടിക്കാരൻ എന്നെ കൊല്ലുന്നേ. അയ്യോ, ഈ ഞൊണ്ടിക്കാരൻ എന്നെ കൊല്ലുന്നേ. ഈ ഞൊണ്ടിക്കാരനെ താഴെ എനിക്ക് തുറന്ന പിന്നെ മോനെ കൊണ്ട് എന്നെ കൊല്ലിക്കാൻ നോക്കിയല്ലേ. എന്താ ഉണ്ടായത്? വല്യച്ഛ, ഞാൻ രാജനെ വിളിക്കാനായിട്ട് മുകളിലോട്ട് പോയി. അപ്പൊ വല്യമ്മ എന്നെ തടഞ്ഞു നിർത്തി. മാറാൻ പറഞ്ഞിട്ട് മാറിയില്ല. അപ്പൊ ഞാൻ പതുക്കെ കൈ പിടിച്ച് മാറ്റാൻ നോക്കിയപ്പോ കാല് തെറ്റി താഴെ വീണു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ വല്യച്ഛ. അവന്റെ ഒരു പൊട്ടങ്കടി. ഇവൻ മനഃപൂർവ്വം ചെയ്ത റാസ്കൽ. നീ മിണ്ടി പോയത്. ഞാൻ മിണ്ടും. എന്റെ ആന്റിക്ക് മക്കളിൽ നിന്ന് കരുതി നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ആകാവുന്നു. ആന്റി, ഇവരെല്ലാരും ആന്റിക്ക് എതിരാണ്. ഞാൻ വന്നപ്പോ മതി കാര്യം പറയുന്നതാ. അതെ, നീ വീട്ടിൽ കാല് കുത്തിയപ്പോ തുടങ്ങിയാണ് ഈ ദുരിതങ്ങളല്ല. കേട്ടോ കേട്ടോ കേട്ടോ, ഞാൻ എപ്പോ ആന്റിയുടെ സൈഡ് പറയാൻ തുടങ്ങിയോ ഇവരെന്റെ ശത്രുക്കളായി തീർന്നു. എന്താ ഉദ്ദേശം മനസ്സിലായോ? ആന്റിയെ കൊല്ലണം. ഇന്നിപ്പോ ആന്റിയുടെ ശരീരത്തിൽ സ്പർശിച്ചു. നാളെ ആഹാരത്തിൽ വിഷം തരും. എന്തിനാ? ആന്റിയെ കൊല്ലുക. എന്നിട്ടോ ആന്റിയുടെ സ്വത്ത് മുഴുവൻ അങ്ങനെ കഴിക്കണക്കുക. പ്രഭാകര, അനാവശ്യം പറയുന്നു. ചേച്ചി, ഇയാള് പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ ചേച്ചി. നീ ഒന്നും പറയണ്ട മോനെ. പ്രഭാര, എനിക്ക് നീ മാത്രമേ ഉള്ളടാ മോനെ. ആന്റിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മനസ്സിലായ മോനെ, നല്ലവണ്ണം മനസ്സിലായി. ഈ ഞൊണ്ടിക്കാരനും ഇവളും ഉള്ള സ്ഥലത്ത് ഇനി ഒരു നിമിഷം പോലെ ഞാൻ നിൽക്കില്ല. ഇവരെല്ലാം കൂടെ എന്നെ കൊല്ലും. എന്റെ ഈശ്വര. വാ മോനെ പ്രഭാര, നമുക്ക് എവിടെയെങ്കിലും പോവാം. നീ എവിടെ പോകുന്നു? ഞാൻ ഏതെങ്കിലും ചുടുകാട്ടിൽ ചെന്ന് തൂങ്ങിച്ചത്താനും വേണ്ടില്ല. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ആന്റി എന്നത് തൂങ്ങിച്ചങ്ങണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ വീട്ടിലെ സ്വത്തിന് ആന്റിക്ക് അവകാശമില്ലേ? മര്യാദയ്ക്ക് അവകാശം തരാൻ പറ. മര്യാദയ്ക്ക് പാകം വെക്കാം. എന്താ മനസ്സിലായില്ലേ? എനിക്ക് ജീവനോടത്തോളം കാലം ഈ വീട്ടിലൊരു ഭാഗം നടക്കില്ല. സാറേ, ഈ നാട്ടിൽ ചില നിയമങ്ങളും കോടതികളും ഒക്കെ ഉണ്ട്. സാർ അങ്ങനെ കരി വില സാറേ. നാളെ ഈ നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് വക്കീൽ നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ എന്റെ പേര് പ്രഭാകരൻ എന്നല്ല. നിന്നെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് തമിഴ്നാടെന്നല്ല. അയ്യോ സാറേ, അങ്ങനൊക്കെ പേടിപ്പിക്കാതെ. ഞാനൊന്ന് പേടിച്ചു പോകും. നിങ്ങൾ ഈ വീട് വെട്ടി എങ്ങും പോകരുത്. വേണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങിത്തരാം. വേണ്ട വേണ്ട, നിങ്ങൾ ആരും എങ്ങും പോകണ്ട. ഞങ്ങളങ്ങ് പോയേക്കാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കുന്നു, നാളെ ഈ നേരത്ത് ആരാരെവിടെ നിൽക്കും എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ പോകുന്നു. എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ദയവ് ചെയ്ത് ചേട്ടത്തി ഇവിടുന്ന് പോകരുത്. ഇനി നിർബന്ധമാണെങ്കിൽ ഭാഗം വയ്ക്കാം. ചേട്ടാ, ഞാൻ ഇക്കാര്യം പറയാണെന്ന് വിചാരിക്കും. എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി ചേട്ടനും ചേട്ടത്തിമ്മയും തമ്മിൽ വേർപിരിയുന്നത് എനിക്ക് സഹിക്കാനാവില്ല ചേട്ടൻ. എത്രയും വേഗം അവരുടെ ഇഷ്ടപ്രകാരം ഭാഗം വെക്കാനുള്ള സമ്മതം കൊടുക്കും. ഭാർഗവി,
ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. ദയവായി എന്റെ അനുജനെ എന്നിൽ നിന്നും അകറ്റരുത്. നിങ്ങൾ വീണ്ടും കുഴപ്പമുണ്ടാക്കാനാണ് ഭാഗം വെക്കാൻ അവൻ സമ്മതിച്ചതല്ലേ? ഏത് സാഹചര്യത്തിലാണ് അവനത് സമ്മതിച്ചതെന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകും. എനിക്കൊന്നും മനസ്സിലാവണ്ട. നാളെ തന്നെ ഭാഗവത്രം തയ്യാറാവണം. ഭാർഗവി, നമ്മൾ രണ്ടും വയസ്സായി വരികയാണ്. അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ എന്റെ അനുജനും മക്കളെ കാണുകയുള്ളൂ. ഒരു അനിയനും മക്കളും നിങ്ങളൊന്ന് വിട്ടായിരിക്കുന്നുണ്ടോ? എന്റെ ഈശ്വര, എന്നോട് പൊറുക്കാൻ എന്റെ അനുജനോട് പറയണമേ.